ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന പാഠഭാഗത്തിലെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെയേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥാപനം എങ്ങനെയാണ് ഉണ്ടായതെന്നും അതിൽ പാലിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുമാണ് ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത്. നമുക്കറിയാം, വളരെ ബൃഹത്തായ ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ നമുക്കൊരു ഭരണഘടന ഉണ്ടായിട്ടില്ല. വീണ്ടും നമ്മൾ 3 വർഷത്തോളം കാത്തിരുന്നിട്ടാണ് ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മിക്കപ്പെട്ടത്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ആരാണ് ഒരു ഭരണഘടന ഉണ്ടാക്കേണ്ടത്? ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ഭരണഘടന ഉണ്ടാക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ എന്ന പേരിൽ ഒരു സഭ രൂപീകരിച്ചു. ഈ സഭയാണ് ഇനിയൊരു ഭരണഘടന നിർമ്മിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സഭയിൽ ആരാണ് ഉൾക്കൊള്ളേണ്ടത്? ആരൊക്കെയാണ് ഈ സഭയിൽ ഉണ്ടായിരിക്കേണ്ടത്? അന്ന് ഈ സഭയിലെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഇവിടെ ധാരാളം പ്രോവിൻസുകളായിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ പ്രോവിൻസുകളിൽ നിന്നെല്ലാം പ്രത്യേക പ്രതിനിധികൾ ഈ സഭയിൽ പങ്കെടുത്തു. നാട്ടുരാജാക്കന്മാരുടെ പ്രതിനിധികൾ സഭയിൽ പങ്കെടുത്തു. പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് തുടങ്ങിയ മതങ്ങളിൽ നിന്നെല്ലാം ആളുകൾ പങ്കെടുത്തുകൊണ്ട് 389 ആളുകളുടെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കി. ഇങ്ങനെ ഒരു സഭ ഉണ്ടാക്കി അതിൻ്റെ താൽക്കാലിക ചെയർമാനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതിൻ്റെ സ്ഥിരം ചെയർമാനായിട്ട് നിലവിൽ വന്നു. ഇങ്ങനെയുള്ളൊരു ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ രൂപീകരിച്ചു. പക്ഷേ ഈ 389 ആളുകൾ ചേർന്നുകൊണ്ടും ഒരു ഭരണഘടന പെട്ടെന്ന് തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ പ്രശ്നമുണ്ടായതുകൊണ്ട് അതിനുള്ളിൽ തന്നെ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സ്ഥാപിച്ചു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇന്ത്യക്കൊരു ഭരണഘടന പ്രദാനം ചെയ്തത്. ഇനി എല്ലാ മാനദണ്ഡങ്ങളും ഇന്ത്യൻ ഭരണഘടന പാലിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ എന്താണ് ചെയ്തത്? ഒന്നാമതായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ അഥവാ വിചിന്തന തത്വം പാലിച്ചുകൊണ്ടാണ് ഭരണഘടന നിർമ്മിച്ചത്. അതായത് ഭരണഘടനയിൽ ഒരു വകുപ്പ് ചേർക്കാൻ പലതരത്തിലുള്ള സംവാദങ്ങളും വേണ്ടി വന്നു. ജുഡീഷ്യറിക്ക് എന്തെല്ലാം അധികാരങ്ങൾ ഉണ്ടായിരിക്കണം? ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ സ്ഥാനം എന്തായിരിക്കണം? ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യണം? ഇങ്ങനെ ഓരോ വിഷയങ്ങളും വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് ശക്തമായ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും അതുപോലെ തന്നെ പരസ്പര ധാരണകളും വരുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം തന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ആധികാരിക സ്വഭാവത്തോടു കൂടിയ ഒരു ഭരണഘടന ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതിലെ കാര്യമായ ഡിബേറ്റുകളൊന്നുമില്ലാതെ, എതിർപ്പുകളൊന്നുമില്ലാതെ പാസ്സാക്കിയ ഒന്നാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, പ്രായപൂർത്തി വോട്ടവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ള ആ ഒരു വകുപ്പ്, ആ ഒരു ആശയം ഭരണഘടനയിൽ കാര്യമായ എതിർപ്പുകളോ സംവാദങ്ങളോ ഇല്ലാതെ കൂട്ടിച്ചേർക്കാൻ ഈ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് സാധിച്ചു. രണ്ടാമതായിട്ട് അതിൻ്റെ ഒരു പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു. ഏതൊരാൾക്കും ശരിയായ രൂപത്തിൽ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാവുന്ന രൂപത്തിലാണ് ഭരണഘടന നിർമ്മിച്ചത്. പ്രധാന നേതാക്കളായിരുന്ന ജവഹർലാൽ നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദ്, രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവരൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു സമിതി വളരെ സുതാര്യമായ രൂപത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. എല്ലാ ആളുകൾക്കും അതിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ സംയമനത്തോടു കൂടിയിട്ട് പലപ്പോഴും സമവായങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഇതിനു വേണ്ടി കാഴ്ചവെച്ചത്. അങ്ങനെ അക്ഷീണമായ വളരെ നീണ്ട പരിശ്രമത്തിൻ്റെ ഒടുവിൽ 2 വർഷവും 11 മാസവും
എടുത്തുകൊണ്ട് ഏറെക്കുറെ 3 വർഷം എടുത്തുകൊണ്ട് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. അതിനുശേഷം 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വരികയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഒരു പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ടുകൂടിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന നിർമ്മിച്ചത്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടങ്ങളിൽ അന്നത്തെ നേതാക്കന്മാർ മനസ്സിൽ താലോലിച്ചിരുന്ന കുറേ ആശയങ്ങളുണ്ടായിരുന്നു. സോഷ്യലിസം, സമത്വം, സ്വാതന്ത്ര്യം തുടങ്ങിയ വളരെ മികച്ച ആശയങ്ങൾ അന്നത്തെ നേതാക്കന്മാരുടെ മനസ്സുകളിലുണ്ടായിരുന്നു. ഇവയെല്ലാം ഉൾപ്പെടുത്തുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇതിനെല്ലാം സമാഹരിച്ചുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ, അതായത് ലക്ഷ്യപ്രമേയം എന്ന പേരിൽ ഒരു പ്രമേയം അന്ന് അവതരിപ്പിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് ഭരണഘടന ആസൂത്രണം ചെയ്യാനും സാധിച്ചു. എന്തൊക്കെയായിരുന്നു ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ആശയങ്ങൾ? ലക്ഷ്യപ്രമേയത്തിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയിരിക്കും. ഇന്ത്യയുടെ അധികാരം മുഴുവനായിട്ടും ഇന്ത്യക്കാർക്ക് തന്നെ ആയിരിക്കും എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചതിൻ്റെ ചുരുക്കം. മറ്റൊന്ന്, ഇന്ത്യ എന്ന് പറയുന്നത് അന്നത്തെ നാട്ടുരാജ്യങ്ങളും മുൻ ബ്രിട്ടീഷ് പ്രദേശങ്ങളും ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു സ്ഥലങ്ങളും കൂടി ചേർന്ന ഒരു യൂണിയൻ ആയിരിക്കും. ഒരു സ്ഥലവും മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകാൻ തയ്യാറല്ല എന്നായിരുന്നു ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള പ്രദേശങ്ങൾക്ക് സ്വയംഭരണം ഉറപ്പാക്കും. ശക്തമായ സ്വയംഭരണത്തോടു കൂടിയ പ്രദേശങ്ങൾ, പല കാര്യങ്ങളിലും ഇവർക്ക് അധികാരം നൽകുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അതുപോലെ സർവ അധികാരങ്ങളും ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കും. ജനങ്ങളായിരിക്കും ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അധികാര ശ്രേണി, അല്ലെങ്കിൽ ഏറ്റവും അൾട്ടിമേറ്റായ അതോറിറ്റി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എല്ലാവർക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ഉറപ്പാക്കും. ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്നുള്ള നിലക്ക് എല്ലാവർക്കും സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക രംഗങ്ങളിൽ നീതി ഉറപ്പാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കും ഗോത്രങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സംരക്ഷണം ഉറപ്പുവരുത്തും. രാഷ്ട്രത്തിൻ്റെ പ്രദേശപരമായ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കും. ജനങ്ങളുടെ ക്ഷേമവും ലോക സമാധാനവും ഉറപ്പാക്കും. ഇത്തരം ആശയങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ഭരണഘടനയിലെ ഈ ആശയങ്ങളെല്ലാം പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പല സ്ഥലങ്ങളിൽ പല വകുപ്പുകളിലായിട്ട് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ഈ ആശയങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെടുകയുണ്ടായി. അങ്ങനെ വളരെ കൃത്യമായ ഒരു ഭരണഘടന നിർമ്മിക്കാൻ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് സാധിച്ചു. അപ്പോൾ ഈ പാഠഭാഗത്ത് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ: എന്താണ് ഒരു ഭരണഘടന? ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തെല്ലാം? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രണ്ടാമത്, എന്തെല്ലാം ഘടകങ്ങൾ അനുസരിച്ചാണ് ഒരു ഭരണഘടനയുടെ ആധികാരികത നിലനിൽക്കുന്നത്? മറ്റൊന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയും അവരെന്തെല്ലാം ആശയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള ഭരണഘടനകൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയം, അതിൽ അവതരിപ്പിച്ച ആശയങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. ആവർത്തിച്ച് കാണുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക. നന്ദി.